ഹായ് ഗെയ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീട്ടുപറമ്പുകളിൽ പോലും കാണപ്പെടുന്ന അത്ഭുത സസ്യമായ ചങ്ങലംപരണ്ടയെക്കുറിച്ചാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിസസ് ക്വാഡ്രാങ്കുലാരിസ് എന്നും വിറ്റേസി മുന്തിരി കുടുംബത്തിൽപ്പെട്ടതുമായ ഒരു വള്ളിച്ചെടിയാണിത്. ചങ്ങലക്കണ്ണികൾ പോലെ തണ്ടുകളുള്ള പടർന്നു കയറുന്ന സസ്യമായതുകൊണ്ട് മലയാളത്തിൽ ഇതിനെ ചങ്ങലംപരണ്ട എന്നും സംസ്കൃതത്തിൽ ഇതിനെ അസ്ഥിസംഹാരി എന്നും ഒടിഞ്ഞ അസ്ഥികളെ കൂട്ടിയോജിപ്പിക്കാനുള്ള അസാധാരണ ശേഷിയുള്ളതിനാൽ ഇംഗ്ലീഷുകാർ ഇതിനെ ബോൺ സെറ്റർ എന്നും വിളിക്കുന്നു. എന്നാൽ ഇതിന് വേറെയും പേരുകളുണ്ട്. ചങ്ങലംപരണ്ടയിൽ വൈറ്റമിൻ സി, കാൽസ്യം, കരോട്ടിനോയിഡുകൾ, ഫ്ലാവനോയിഡുകൾ, ട്രൈറ്റർപീനുകൾ തുടങ്ങിയ ആരോഗ്യത്തിന് ഗുണകരമായ ഘടകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ സസ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അസ്ഥി ഒടിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്താൻ സഹായിക്കുന്നു. കൂടാതെ നടുവേദന, സന്ധിവേദന, മുട്ടുവേദന എന്നിവയ്ക്ക് ഇതിൻ്റെ എണ്ണ ഉത്തമമാണ്. ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന അകറ്റാനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ്. അതുപോലെ കേരളത്തിൽ കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിയായ പ്രധാന ചേരുവയാണ് ചങ്ങലംപരണ്ട. സ്ത്രീകളുടെ പ്രസവ സംരക്ഷണ സമയത്ത് ചങ്ങലംപരണ്ട ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവരുടെ വയർ കുറയുന്നതിനും അസ്ഥികൾക്ക് ബലം നൽകുന്നതിനും ഇത് സഹായകരമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചങ്ങലംപരണ്ടയിൽ കാൽസ്യം ഓക്സലേറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നേരിട്ട് തൊടുകയോ പച്ചയ്ക്ക് കഴിക്കുകയോ ചെയ്യുമ്പോൾ ശക്തമായ ചൊറിച്ചിലുണ്ടാകാം. അതിനാൽ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ കയ്യിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടുന്നത് നന്നായിരിക്കും. ഇത് കൃത്യമായി സംസ്കരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കഴിക്കാൻ പാടുള്ളൂ. ഉദാഹരണം, ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചങ്ങലംപരണ്ട നെയ്യിൽ ചെറുതായി ഒന്ന് വറുത്തതിന് ശേഷം ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ചങ്ങലംപരണ്ടയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം സന്ധിക്കും വരെ ഏവർക്കും വണക്കം.